ജീവിതത്തിൽ പലപ്പോഴും മറ്റുള്ളവരിൽ നിന്നുള്ള അവഗണനയും സ്നേഹമില്ലായ്മയും നമ്മെ ആഴത്തിൽ മുറിപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള വലിയ വലിയ ശൂന്യതകളിലും ദൈവത്തിന്റെ അനന്തമായ സ്നേഹം നമ്മെ തേടിയെത്തുകയും പുതിയൊരു ജീവനും പ്രത്യാശയും പകർന്നു നൽകുകയും ചെയ്യുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ മാർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 28 മുതൽ 34 വരെയുള്ള ഭാഗത്തിലൂടെ കർത്താവായ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ നാം സ്നേഹിക്കാനാണ്. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ആ വലിയ സ്നേഹത്തിന്റെ കരുത്തിൽ വേണം നമ്മുടെ അയൽക്കാരെയും നമ്മെപ്പോലെ തന്നെ നാം സ്നേഹിക്കാൻ. ഈ സ്നേഹമാണ് ലോകത്തിലെ ഏത് കഠിനമായ വേദനയ്ക്കും നിരാശയ്ക്കും ഉള്ള ഏറ്റവും വലിയ പ്രതിവിധി എന്ന് ക്രിസ്തു തന്നെ വ്യക്തമാക്കുന്നു. നമ്മുടെ ബാഹ്യ ആചാരങ്ങളെക്കാളും വലിയ വലിയ ബലികളെക്കാളും പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത് ഹൃദയത്തിൽ നിന്നുള്ള ഈ ആത്മാർത്ഥമായ സ്നേഹം ഒന്ന് മാത്രമാണ്. മറ്റുള്ളവരെ കരുതുവാനും അവരോട് കരുണ കാണിക്കുവാനും സാധിക്കുമ്പോഴാണ് നമ്മൾ ദൈവരാജ്യത്തോട് ഏറ്റവും അടുത്തവരായി മാറുന്നത്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ ഈ ചിന്ത നമ്മെ തീർച്ചയായും പ്രാപ്തരാക്കും. ഇന്നത്തെ ഈ തിരുവചന ഭാഗം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കും വലിയ അനുഗ്രഹങ്ങൾക്കും കാരണമാകട്ടെ. ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവജനമേ, ഈ ശുശ്രൂഷയെ പിന്തുണയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെയുള്ള സൂപ്പർ താങ്ക്സ് ബട്ടൺ അഥവാ ജോയിൻ ബട്ടൺ ഉപയോഗിക്കാവുന്നതാണ്. കർത്താവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കാൻ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാമല്ലോ. ഗാഡ് ബ്ലെസ് യു.